ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ, ശ്രദ്ധയും അച്ചടക്കവും ഉണ്ടെങ്കിൽ എന്തും നേടാൻ പറ്റുമെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ അതെങ്ങനെയാ നേടിയെടുക്കുക? നമ്മുടെ ഈ മനസ്സിനെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് മാത്രം എങ്ങനെ ഫോക്കസ് ചെയ്യാം? വാ, നമുക്കൊരുമിച്ച് അതൊന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കാൻ നോക്കുമ്പോഴേക്കും എവിടെന്നൊക്കെയോ നൂറുകൂട്ടം ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിവരും. ഒരിടത്തും നിൽക്കാതെ പായുന്ന ഒരു കാട്ടുകുതിരയെപ്പോലെ, അല്ലേ? അപ്പോ ഈ കുതിരയെ നമുക്കെങ്ങനെയൊന്ന് മെരുക്കിയെടുക്കാം എന്ന് നോക്കിയാലോ? ഈയൊരു യാത്രയിൽ നമുക്ക് കബീറിനെ പരിചയപ്പെടാം. കബീർ ശരിക്കും ഭയങ്കര ബ്രില്യൻ്റായിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷെ അവനൊരു വലിയ പ്രശ്നമുണ്ട്. അതാണ് ശ്രദ്ധയില്ലായ്മ. അതായത് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, അവൻ്റെ ചിന്തകൾ പല വഴിക്കും ഇങ്ങനെ പാറി പറന്നുപോകും. പുസ്തകം മുന്നിൽ തറന്നിരിപ്പുണ്ടാവും, പക്ഷെ മനസ്സ് വേറെ എവിടേക്കോ ആയിരിക്കും. കബീറിന്റെ അച്ഛൻ എപ്പോഴും അവനോടൊരു കാര്യം പറയുമായിരുന്നു. മോനെ, നിന്റെ മനസ്സ് ഒരു കാട്ടുകുതിരയെപ്പോലെയാ. അതിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മളെ തെറ്റായ വഴിക്ക് കൊണ്ടുപോകുമെന്ന്. സത്യം പറഞ്ഞാൽ കബീർ അന്നൊന്നും അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഈ പറഞ്ഞ ഉപമ എത്രത്തോളം ശരിയാണെന്ന് അവൻ വൈകാതെ തന്നെ തിരിച്ചറിയാൻ പോകുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കബീറിന്റെ അച്ഛൻ അവനെ ജ്ഞാനിയായ ഒരു ഗുരുജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു കൂടിക്കാഴ്ച അത് കബീറിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാകാൻ പോവുകയായിരുന്നു. അവിടെ വെച്ച് ഗുരുജി അവനൊരു തരം വിചിത്രമായ പരീക്ഷണം കൊടുത്തു. അപ്പോൾ ഗുരുജിയുടെ ടാസ്ക് ഇതായിരുന്നു: ഒരു ചെറിയ ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുക്കണം, എന്നിട്ട് ഒരു തുള്ളി പോലും താഴെ പോവാതെ ആ പൂന്തോട്ടത്തിന് ചുറ്റും ഒന്ന് നടന്നിട്ട് വരണം. കേട്ടപ്പോൾ കബീറിന് തോന്നി, ഇതെന്താ ഇത്ര സിമ്പിളെന്ന്. പക്ഷേ സംഭവം അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കബീർ ആ ഗ്ലാസും പിടിച്ച് നടക്കാൻ തുടങ്ങിയതും ചുറ്റും പലതരം ശബ്ദങ്ങൾ. കിളികൾ ചിലയ്ക്കുന്ന ശബ്ദം, കാറ്റത്ത് ഇലകൾ അനങ്ങുന്ന ശബ്ദം, പിന്നെ അവിടെ കളിച്ചുകൊണ്ടിരുന്ന മറ്റു കുട്ടികളുടെ ചിരിയും സംസാരവുമൊക്കെ. ഓരോ തവണയും അവന്റെ ശ്രദ്ധ ഈ ശബ്ദങ്ങളിലേക്ക് പോകുമ്പോൾ അറിയാതെ തന്നെ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളം തുളുമ്പിപ്പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞ് അവൻ തിരിച്ച് ഗുരുജിയുടെ അടുത്തെത്തിയപ്പോഴേക്കും ആ ഗ്ലാസ്സിലെ വെള്ളം പകുതിയായി കുറഞ്ഞിരുന്നു. അവന്റെ ശ്രദ്ധ എത്രത്തോളം പതറിപ്പോയി എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയായിരുന്നു അത്. അവൻ സ്വയം സമ്മതിച്ചു, ഞാൻ ഇതിൽ പരാജയപ്പെട്ടു എന്ന്. പക്ഷെ ശരിക്കും ഈ പരാജയത്തിൽ നിന്നാണ് കബീർ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിക്കാൻ പോകുന്നത്. കാരണം ഗുരുജി കൊടുത്ത ആ സിമ്പിൾ പരീക്ഷണത്തിന് പിന്നിൽ ആഴത്തിലുള്ളൊരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ആ രൂപകം? നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ആ ഗ്ലാസ്, അത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെയാണ് കാണിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു കേടുപാടും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അതാണ് ആ ഗ്ലാസ്. അപ്പോൾ ആ ഗ്ലാസ്സിലെ വെള്ളം എന്തായിരിക്കും? അതാണ് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന മാനസികമായ ഊർജം. അതിലെ ഓരോ തുള്ളിയും ശരിക്കും വിലപ്പെട്ടതാണ്. അത് തുളുമ്പിപ്പോകുമ്പോൾ സത്യത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരമാണ് കൂടുന്നത്. പിന്നെ കബീറിന്റെ ശ്രദ്ധ തെറ്റിച്ച ആ ശബ്ദങ്ങൾ, അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഡിസ്ട്രാക്ഷൻസ് അല്ലേ? പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ മാത്രമല്ല, നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്ന ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇതെല്ലാം അതിൽപ്പെടും. ഇതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ പഠിക്കുന്നിടത്താണ് യഥാർത്ഥ വിജയം കിടക്കുന്നത്. ഗുരുജിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴുണ്ടല്ലോ, കബീറിന് കാര്യം കൃത്യമായി മനസ്സിലായി. തന്റെ അച്ഛൻ പറഞ്ഞ ആ കാട്ടുകുതിരയെ, അതായത് തന്റെ മനസ്സിനെ മെരുക്കിയേ തീരൂ എന്ന് അവൻ അന്നുറപ്പിച്ചു. അന്നുമുതൽ അവന്റെ ജീവിതത്തിൽ അവൻ ചില ചിട്ടയായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ ചെറിയ പ്രായോഗികമായ കാര്യങ്ങളിൽ നിന്നാണ് അവൻ തുടങ്ങിയത്. ഒന്നാമതായി, എല്ലാ ദിവസവും ഒരേ സമയം എഴുന്നേൽക്കാൻ തുടങ്ങി. പിന്നെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നന്നായിട്ട് കുറച്ചു. ചെയ്യുന്ന ജോലി എന്താണോ അതിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കാൻ ശ്രമിച്ചു. കൂടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ എല്ലാ ദിവസവും കുറച്ചുനേരം ധ്യാനിക്കാനും തുടങ്ങി. തുടക്കത്തിൽ ഇതൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അവന്റെ മനസ്സ് പഴയതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പക്ഷേ അവൻ വിട്ടുകൊടുത്തില്ല. ഓരോ തവണ മനസ്സ് പാളിപ്പോകുമ്പോഴും അവനതിനെ പതുക്കെ തിരികെ കൊണ്ടുവന്നു. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി. പതിയെ പതിയെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവന്റെ ഓർമ്മശക്തി കൂടി, പഠനത്തിലെ ഗ്രേഡുകളൊക്കെ മെച്ചപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു വർഷം കടന്നുപോയി. കബീറിന്റെ ഈ പുതിയ കഴിവിനെ ശരിക്കും പരീക്ഷിക്കുന്നൊരവസരം അവനെ തേടിയെത്തി. ഒരു ദേശീയ തലത്തിലുള്ള മത്സരം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതായിരുന്നു ചാലഞ്ച്. ആ മത്സരത്തിനിടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ മറ്റു കുട്ടികളെല്ലാം ആകെ പരിഭ്രമിച്ചുപോയി. പക്ഷെ കബീർ വളരെ ശാന്തനായിരുന്നു. ഗുരുജി പഠിപ്പിച്ചതുപോലെ അവൻ ഒരു സമയം ഒരു ചോദ്യത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധിച്ചു. ചുറ്റുമുള്ള ആ ഒരു പ്രഷറോ ടെൻഷനോ ഒന്നും അവനെ ഒട്ടും ബാധിച്ചില്ല. അങ്ങനെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ആ മത്സരത്തിലെ വിജയി മറ്റാരുമായിരുന്നില്ല, നമ്മുടെ കബീർ.
ഒന്ന് ഓർത്തു നോക്കൂ, 1 വർഷം മുൻപ് ഒരിടത്തും ശ്രദ്ധിക്കാൻ പറ്റാതിരുന്ന അതേ കബീർ, ആ വിജയം അവന്റെ കഠിനാധ്വാനത്തിന് കിട്ടിയ പ്രതിഫലമായിരുന്നു. അപ്പോൾ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: നമ്മുടെ കഴിവും ഭാഗ്യവുമൊക്കെ ഒരുപക്ഷെ നമ്മളെ സഹായിച്ചേക്കാം, പക്ഷേ അച്ചടക്കത്തോടെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്ത ഒരു മനസ്സിനോളം ശക്തമായിട്ട് വേറൊന്നുമില്ല. കബീറിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. കബീറിന്റെ കഥ നമുക്കെല്ലാവർക്കും ഒരു വലിയ പ്രചോദനമാണ്. പക്ഷേ നിങ്ങളുടെ കഥ തുടങ്ങുന്നത് ഇപ്പോഴാണ്. നിങ്ങളുടെ മനസ്സിനെ മെരുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ വിജയത്തിന്റെ കഥയും തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തുള്ളി പോലും തുളുമ്പിപ്പോകാൻ പാടില്ലാത്ത ആ ലക്ഷ്യം അതെന്താണ്?